ശ്രീ രഘുനാഥ് നായർ, ഈ വിമാന അപകടം അത് ലാൻഡ് ചെയ്യുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നും തീപിടിച്ചുവെന്നും അപകടം സംഭവിച്ചുവെന്നും പറയുന്നു. അവിടെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നുവെന്നും കാഴ്ച കുറവായിരുന്നു എന്നുമൊക്കെയുള്ള പല വിധത്തിലുള്ള വിവരങ്ങളുണ്ട്. പൈലറ്റ് ഏതാണ്ട് 1500 മണിക്കൂറിലേറെ വിമാനം പറത്തി പരിചയസമ്പന്നയായ പൈലറ്റാണ് എന്നതാണ് പറയപ്പെടുന്നത്. താങ്കൾക്ക് ഈ അപകടം സംബന്ധിച്ചുള്ള വാർത്തകൾ നോക്കുമ്പോൾ എന്താണ് മനസ്സിലായത്? ഏത് സാഹചര്യത്തിൽ അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്? രേണുക, അത് ഒന്നാമത്തെ കാര്യം, അവിടെ വിസിബിലിറ്റി തീരെ മോശമായിരുന്നു. 800 ഫീറ്റിന്റെ വിസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വാർത്തകളിലൊക്കെ കണ്ടത്. അപ്പൊ പ്രശ്നം വരാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഉള്ള മോഡേൺ എയർപോർട്ട് പോലെ, അതായത് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള അത്രയും വെൽ എക്യുപ്ഡ് ആയിരുന്നില്ല ഈ ഒരു പർട്ടിക്കുലർ എയർപോർട്ട്. അതൊരു എയർ സ്ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അവിടെ പൈലറ്റിന്റെ കഴിവുകൊണ്ട് മാത്രമേ ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ വലിയ വലിയ എയർപോർട്ടുകൾ, അതായത് തിരുവനന്തപുരമോ നെടുമ്പാശ്ശേരിയോ ഡൽഹിയോ ഇങ്ങനെയുള്ള വലിയ വലിയ എയർപോർട്ടുകളിലൊക്കെ ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി അസിസ്റ്റഡ് ആയിട്ടുള്ള ലാൻഡിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പം വിസിബിലിറ്റി എത്ര മോശമാണെന്നുണ്ടെങ്കിലും പൈലറ്റിന് ഈ റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ട് ഈ റൺവേയുമായിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ രണ്ട് കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാൻഡിംഗ് അപ്രോച്ചിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, റൺവേ നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻഡ് ആയിരിക്കണം, നേരെ ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാട്ടിലേക്ക് വല്ലതും പോകും. അതല്ല, അതിനേക്കാളും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിംഗ് അപ്രോച്ചിന്റെ ഹൈറ്റ് ആണ്. ഒരുപാട് ഉയരത്തിൽ നിന്ന് ലാൻഡിംഗ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വന്നിട്ട് അപ്രോച്ച് ചെയ്യണം. ഒരുപാട് ഉയരത്തിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വിമാനം റൺവേ ഓവർ ഷൂട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ടച്ച് ഡൗൺ പോയിന്റിനെ കണക്ക് ഒരുപാട് മുന്നോട്ട് ചെന്നിട്ട് ഇത് റൺവേയിൽ ടച്ച് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എഫക്റ്റീവ് റൺവേയുടെ ലെങ്ത് കുറയും, വിമാനത്തിന് കിട്ടുന്ന റൺവേയുടെ ലെങ്ത് കുറയും, കുറച്ച് ദൂരമേ കിട്ടുള്ളൂ. അത് പിന്നീട് ഒരു അപകടത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോ അപ്രോച്ചിൽ വളരെ താണ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ റൺവേ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വിമാനം ടച്ച് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആ ഒരു അപ്രോച്ച് കിട്ടണം. അപ്പൊ ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം ഇല്ലാത്ത വിമാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ പൈലറ്റ് അത് കൃത്യമായിട്ട്, അതായത് വിഷ്വൽ അപ്രോച്ച് സ്ലോപ്പ് ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയുന്ന ചില ഒരു അനലോഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള എയർപോർട്ടിൽ. അത് നോക്കിയിട്ട് പൈലറ്റ് വിഷ്വലി കണ്ടിട്ട് വേണം ഇതിനെ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 അടിയാണ് 800 മീറ്റർ താഴെയായിരുന്നു വിസിബിലിറ്റി എന്ന് പറയുന്നു. അപ്പൊ ഈ പൈലറ്റിന് ദൂരെ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ റൺവേ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഈ അപ്രോച്ച് കറക്റ്റ് ആണോ, അതിന്റെ ആംഗിൾ കറക്റ്റ് ആണോ എന്നുള്ള ഒന്നും അറിയില്ല. അങ്ങനെയാണ് 2 അപ്രോച്ച് നടത്തിയെന്ന് നമ്മൾ വാർത്തയിൽ കണ്ടത്. ആദ്യം ഒന്ന് അപ്രോച്ച് ചെയ്തു, അപ്പൊ ആംഗിൾ ശരിയല്ല, ഒന്നിൽ കൂടുതലായിരിക്കാം അല്ലെ കുറവായിരിക്കാം. അപ്പൊ ഇത് രണ്ടാമത് പുള്ളപ്പ് ചെയ്ത് ഒരു റൗണ്ട് അടിച്ച് ഒന്നും കൂടെ വന്നു. അപ്പൊ ഇവിടെ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിമാനം ഒന്നും കൂടെ കറങ്ങി വരുമ്പോൾ പൈലറ്റിന് മനസ്സിലായി ഇതിന്റെ ഡിഫിക്കൽട്ടി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പൊ റൺവേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അത്രയും മൂടൽമഞ്ഞുള്ളത് കൊണ്ട് റൺവേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ ഈ വിമാനത്തിന്റെ ഹൈറ്റ് ഇച്ചിരൂടെ കുറച്ച് കാണാം, അപ്പൊ ആ ഡിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് വിസിബിലിറ്റി, ഇപ്പൊ നമ്മൾ ഭയങ്കര ഫോഗുള്ള സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറയ്ക്കും. കാരണം മുമ്പിലുള്ളത് ക്ലിയർ ആയിട്ട് കണ്ട് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് കുറയ്ക്കും. എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഈ പൈലറ്റ് ഈ വിമാനത്തിന്റെ സ്പീഡ് കുറച്ചിട്ടുണ്ടാവാം. അതായത് ഒരു മിനിമം ലിമിറ്റ് ഉണ്ട്, അതിലും താഴെ പോയി കാണും ആ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ വേറെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു വിമാനം ലാൻഡ് ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വിസിബിലിറ്റി മോശമാണ്, ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ലാൻഡിംഗ് പെർമിറ്റഡ് അല്ല. പൈലറ്റിന്റെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നുണ്ട്, അതായത് ലാൻഡ് ചെയ്യാൻ പാടില്ല, അടുത്ത എയർപോർട്ടിൽ നോക്കി പോകണമെന്ന്. ഇവിടെ ഒരു പ്രൈവറ്റ് എയർലൈൻ കമ്പനിയാണ്, പ്രൈവറ്റ് ജെറ്റ് കമ്പനിയാണ്. അതെ, ഒരു തവണ ഈ ലാൻഡിംഗ് ഉപേക്ഷിച്ചിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. പിന്നീട് ലാൻഡിങ്ങിന് അനുമതി കിട്ടുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നൊക്കെ ഉള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്. കാരണം VVIP ആണ് ഓൺ ബോർഡ്. ഇപ്പൊ ഇവരൊരു പ്രൈവറ്റ് ഏജൻസിയാണ്. പ്രൈവറ്റ് ഏജൻസി എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പറയുന്ന കസ്റ്റമറോടുള്ള കമ്മിറ്റ്മെന്റ് കുറച്ച് കൂടുതലാണ്. കാരണം ഒരു കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ, ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമർ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കണമെന്നില്ല. കസ്റ്റമർ ചിലപ്പോൾ വിചാരിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ പൈലറ്റിന്റെ ഇനഫിഷ്യൻസിയോ അല്ലെ എയർലൈൻ കമ്പനിയുടെ, ഈ പ്രൈവറ്റ് ജെറ്റ് കമ്പനിയുടെ ഇനഫിഷ്യൻസി ആണെന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു ബാഡ് മാർക്കാണ്. അപ്പൊ ഈ VIP ഓൺ ബോർഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇവർക്ക് വലിയൊരു പ്രഷർ ഉണ്ടാവും. അതുകൊണ്ട് ഇവര് രണ്ടാമത്തെ അപ്രോച്ച് നടത്തിയിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ലിയർ ജെറ്റ് വിമാനത്തിന് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്.
ഏറ്റവും കൂടുതൽ സ്പീഡിൽ പറക്കുന്ന പ്രൈവറ്റ് ജെറ്റ് വിമാനം ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്വിഫ്റ്റ് വിങ് എന്നാണ് ഇതിന്റെ വിങ്ങിന്റെ കോൺഫിഗറേഷൻ. 2 തരത്തിലാണ് വിങ്ങിന്റെ കോൺഫിഗറേഷൻ ഉണ്ടാവുക. സാധാരണ ഇതിൽ ഒന്നിൽ നമുക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പാരലായിട്ട്, അതായത് നമ്മൾ താഴെ നിന്നൊരു വിമാനത്തിന്റെ മേളിലോട്ട് നോക്കുമ്പോൾ ഒരു കുരിശ് പോലെ കാണും. വിമാനത്തിന്റെ ബോഡി ഒരു ഇതും അതിന്റെ വിങ് മറ്റൊരു ഇതും, അങ്ങനെ ഒരു കുരിശ് പോലെ കാണും. അതിനെ നമ്മൾ സ്ട്രെയിറ്റ് വിങ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് വിങ് വിമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സ്പീഡ് കുറഞ്ഞ് പറക്കാനുള്ള വിമാനങ്ങൾക്കാണ് സ്ട്രെയിറ്റ് വിങ് വിമാനങ്ങളായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കുറവാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ലിഫ്റ്റ് കിട്ടും. അപ്പൊ നന്നായിട്ട് ഇതിന് എയറിൽ ഫ്ലോട്ട് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൈഡ് ചെയ്ത് പോകാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയർ ജെറ്റ് വിമാനം എന്ന് പറഞ്ഞാൽ 0.8 മാക്കിൽ അധികം സ്പീഡുള്ള, അതായത് ശബ്ദത്തിന്റെ സ്പീഡിനോട് വളരെ അടുത്ത് പറക്കാൻ കഴിവുള്ള ഒരു വിമാനമാണ്. അപ്പൊ ഇത്രയും ഹൈ സ്പീഡ് വിമാനം എന്ന് പറയുമ്പോഴത്തേനും സാധാരണഗതിയിൽ ഇതിന് കൊടുക്കുന്ന സ്വിഫ്റ്റ് വിങ് ആണ്. പിന്നെ ഈ ഇതിന്റെ വിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ പുറകിലോട്ട് ചരിഞ്ഞായിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കത്തില്ല, പുറകിലോട്ട് കുറച്ച് ചരിഞ്ഞായിരിക്കും. അതായത് നമ്മളിങ്ങനെ പുറകോട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ആയം എടുക്കുന്ന പോലെയുള്ള ഷേപ്പിലായിരിക്കും പക്ഷികളൊക്കെ പറക്കുന്ന പോലെ. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഒരു മാക്കിന്റെ ഒക്കെ സ്പീഡിന്റെ അടുത്തേക്ക് വിമാനം എത്തുമ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ടർബുലൻസ് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വിങ്ങിന്റെ ഷേപ്പ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ചരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ സ്പീഡിൽ പറക്കാനായിട്ട് ഇത് കേപ്പബിൾ അല്ല, അല്ലെ സ്യൂട്ടബിൾ അല്ല. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിന്റെ സ്പീഡ് ഒരു പരിധിയിൽ അധികം താഴേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിമാനത്തിന്റെ സ്റ്റെബിലിറ്റി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് ഒരു സ്റ്റോൾ സംഭവിക്കാനും ഈ വിമാനം നേരെ മൂക്ക് കുത്തി താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വേറൊരു വാർത്തയും കൂടെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത് ഈ വിമാനം കണ്ടമാനം ഇംബാലൻസ്ഡ് ആയിട്ട് വരുന്നതായിട്ട് കണ്ടു. അതിനുശേഷം നേരെ നോസ് ഡൗൺ ആയിട്ട് മൂക്ക് കുത്തിയാണ് വീണതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ വേഗതയിൽ വരുന്ന സമയത്ത് ഈ വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഒരു 300 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ് ലെവലായിരിക്കും ഇത് അപ്രോച്ച് ചെയ്തതെന്ന് വിചാരിക്കുക. കാരണം 800 മീറ്റർ വിസിബിലിറ്റി ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് താണ് വന്നിട്ട് സ്പീഡ് കുറച്ച് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജെറ്റ് വിമാനങ്ങളിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ബാലൻസിങ് പോയി കഴിയുമ്പോൾ ഇതിനകത്ത് തന്നെ ഒരു സിസ്റ്റം ഉണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട്. അതായത് സ്റ്റിക്ക് പുഷർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വിമാന സ്പീഡ് തീരെ കുറഞ്ഞു വരുമ്പോഴത്തേന് ഇതിന് സ്റ്റാൾ ഉണ്ടാകുമ്പോഴത്തേന് ഇത് ബാലൻസ് നഷ്ടപ്പെട്ട് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത് ആക്ച്വലി ഒരു സേഫ്റ്റി മെഷറാണ്. അപ്പൊ ഈ വിമാനത്തിന്റെ നോസ് പൊങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. വിമാനത്തിന്റെ നോസ് പൊങ്ങിയിരിക്കുമ്പോൾ സ്റ്റാൾ പിന്നെയും കുറച്ചും കൂടെ കൂടുതലുണ്ടാവും. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിക്ക് പുഷർ എന്ന് പറയുന്ന ഈ സംവിധാനം വിമാനത്തിന്റെ നോസിനെ താഴേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവിടെ പെട്ടെന്ന് വിമാനത്തിന്റെ നോസ് താഴേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഈ സ്റ്റിക്ക് പുഷർ അതൊരു ഓട്ടോമാറ്റിക് സംവിധാനമാണ്, കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ്. അത് ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ന്യായമായിട്ട് ഒരു ചോദ്യം വരും, അപ്പൊ ഈ ഒരു സംവിധാനം അപകടകരമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഉണ്ടാക്കി വെച്ചതെന്ന്. ഇത് സാധാരണ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നല്ല ഉയരത്തിൽ പറക്കണ സമയത്ത് വിമാനത്തിൽ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനമാണ്. കുറഞ്ഞ ഉയരത്തിൽ വരുന്ന സമയത്ത് ഈ സ്റ്റിക്ക് പുഷർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാവും. അവിടെയും മാനുഫാക്ചറേഴ്സ് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനം ഇത്രയധികം അഡ്വാൻസ്ഡ് ആയതുകൊണ്ടും ഇന്ന് ലോകത്തിലുള്ള മിക്കവാറും എല്ലാ വിമാനത്താവളങ്ങളിലും ഈ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം ഒക്കെ ഉള്ളത് കൊണ്ടും പൈലറ്റുമാർ തീരെ കുറഞ്ഞ സ്പീഡിൽ ഇതിനെ ലാൻഡ് ചെയ്യില്ല എന്നുള്ളതും ഇവരുടെ പൈലറ്റിന്റെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ടും അങ്ങനെ വരാനുള്ള സാധ്യത അങ്ങേയറ്റം വിരളമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് മർഫീസ് ലോ എന്ന് പറയുന്നത് ഇഫ് സംതിങ് ക്യാൻ ബി ഡൺ ഇൻ എ റോങ് വേ someone someday somewhere will do it. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ സ്റ്റിക്ക് പുഷർ റോങ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും ഇത് ചെയ്തിരിക്കും എന്ന് പറയുന്ന ഒരു റീസൺ ആണ് ഇതിന് കാണുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അതൊരു പൈലറ്റ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒന്നുകിൽ VIP ഓൺ ബോർഡ് ആയതുകൊണ്ടുള്ള പ്രഷറാകാം. ഏതായാലും വിസിബിലിറ്റി കുറവായിരുന്നു. രണ്ടാമത്തെ അപ്രോച്ചിൽ സ്പീഡ് തീരെ കുറഞ്ഞു പോയി കാണും. അതാണ് ഈ വിമാനം അതിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയും മൂക്ക് കുത്തി താഴേക്ക് വരാനുമുള്ള എന്റെ അഭിപ്രായത്തിൽ സമ്പൂർണമായ കാരണം ഇതാണ്. തീർച്ചയായും എന്തായാലും അന്വേഷണത്തിന് DGCA ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണം നടന്ന് വേണം ഇതിൽ കൂടുതൽ വ്യക്തത വരാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.